നിലമ്പൂരിൽ വിരട്ടൊന്നും വേണ്ടെന്ന് കോൺഗ്രസ്, കൈയടിച്ച് കേരളം. പാത്തും പതുങ്ങിയും വന്ന് കാക്കക്കൂട്ടിൽ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്ന കുയിലായി മാറാനായിരുന്നു PV അൻവറിൻ്റെ ശ്രമം. കാക്കകളുടെ കൂടുകളിൽ മാത്രമല്ല, തരം കിട്ടിയാൽ കരിയിലക്കിളികളുടെ കൂടുകളിൽ വരെ അൻവർ മുട്ടയിടും എന്ന് തെളിയിക്കുന്നതാണ് അൻവറിൻ്റെ നിലപാട് എന്ന് കോൺഗ്രസ് കാലേക്കൂട്ടി മനസ്സിലാക്കിയതുകൊണ്ട് അൻവറിൻ്റെ വെടിപ്പടക്കങ്ങളൊക്കെ വേനൽ മഴയത്ത് വെച്ച് തന്നെ കോൺഗ്രസ് നിർജീവമാക്കി കളഞ്ഞു. CPM-നോട് വെല്ലുവിളി ഉയർത്തി അൻവർ രാജി പ്രഖ്യാപിക്കുകയും CPM-നെയും പിണറായി വിജയനെയും സർക്കാരിനെയും ഒക്കെ വെട്ടിലാക്കി പരസ്യമായി പോർവിളി മുഴക്കി വെളിയിൽ വന്നതിന് പിന്നാലെ ചേക്കേറാൻ പറ്റിയ ഒരു ചില്ലയാണ് കോൺഗ്രസ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അൻവർ ഒരു പ്രവാചക വേഷമെടുത്തണിഞ്ഞ് കേരളത്തിൽ വിവാദ കൊടുങ്കാറ്റുയർത്തിക്കൊണ്ടായിരുന്നു കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞാടിയത്. എന്നാൽ തൽക്കാലത്തേക്ക് അൻവർ അണിഞ്ഞ ഈ വേഷം കെട്ട് വെറും പൊള്ളയായ ആട്ടിൻതോലണിഞ്ഞ ചെന്നായിയുടേതാണ് എന്ന് കോൺഗ്രസിന് വ്യക്തമായി കഴിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അൻവർ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും കോൺഗ്രസ് പ്രവേശനം സാധ്യമാകാതെ പടിക്ക് പുറത്തു നിർത്തിയത്. ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയിയെ മുൻനിർത്തി അൻവർ കരുക്കൾ നീക്കാൻ ശ്രമിച്ചു. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ VS ജോയിയെ മത്സരിപ്പിക്കണമെന്ന് അൻവർ നിർദ്ദേശം മുന്നോട്ട് വെച്ച് പ്രവർത്തനം സജീവമാക്കി. പിന്നീട് അൻവർ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന് തൃണമൂൽ കേരള ഘടകം രൂപീകരിച്ച് അതിൻ്റെ നേതൃത്വം ഏറ്റെടുത്തതും കോൺഗ്രസിലേക്കുള്ള അൻവറിൻ്റെ വാതിലുകൾ അടഞ്ഞു. അൻവറിനോട് അല്പം മിതത്വം പാലിച്ചിരുന്ന കോൺഗ്രസിന് പക്ഷേ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായ അൻവറിനോട് വിധേയപ്പെടാതെ നിലപാട് കടുപ്പിക്കുകയായിരുന്നു. ജൂൺ 19 തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ വീണ്ടും അൻവർ VS ജോയിയെ മുൻനിർത്തി രംഗത്ത് വന്നെങ്കിലും അൻവറിൻ്റെ കുതന്ത്രങ്ങൾക്ക് വഴങ്ങാതെ കോൺഗ്രസ് ആര്യാടൻ ഷൗക്കത്തിനെ തന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. അതോടുകൂടി പ്രതീക്ഷകളും സ്വപ്നങ്ങളും തകർന്ന് ഉള്ളിലെ കുതന്ത്രങ്ങളുമായി കരുക്കൾ നീക്കിയ അൻവറിന് അത് പക്ഷേ ഒരു വൻ തിരിച്ചടിയാവുകയായിരുന്നു. ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ അൻവറിന് ജയം സ്വപ്നം കാണാൻ കഴിയില്ലെന്ന് വളരെ വ്യക്തമായി അറിയുന്നത് കൊണ്ടാണ് അൻവർ ഈ പുകമറ സൃഷ്ടിക്കാൻ മുന്നിട്ടിറങ്ങിയത്. ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുമെന്ന് മനസ്സിലായതോടെ തൻ്റെ പ്ലാനും പദ്ധതിയും പൊളിഞ്ഞു എന്ന് തിരിച്ചറിഞ്ഞ് അൻവർ താൻ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച് രംഗത്ത് വന്നു. അതും കോൺഗ്രസ് പുല്ലവില കൽപ്പിച്ച് ഷൗക്കത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. താൻ ചവിട്ടി നിന്ന മണ്ണിളകി തൻ്റെ രാഷ്ട്രീയ നില തെറ്റി എന്ന് മനസ്സിലാക്കിയ അൻവർ ആകെ പരവശനായി. ഇതിനിടയിൽ ഷൗക്കത്ത് CPM-ന്റെ ഭാഗമായി മത്സരിക്കുമെന്ന് അഭ്യൂഹം വന്നതിന് പിന്നാലെ ഷൗക്കത്ത് CPM സെക്രട്ടറി MV ഗോവിന്ദനെ കണ്ട് ചർച്ച നടത്തി എന്ന പ്രചരണം നടത്തിയിരുന്നു. അതോടുകൂടി കോൺഗ്രസിൽ അൻവറിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയർന്നത്. ഒരു തരത്തിലും അൻവറിനെ കോൺഗ്രസിന്റെ ഭാഗമാക്കരുത് എന്ന ശക്തമായ എതിർപ്പുകൾ ഉയർന്നു വന്നു. കോൺഗ്രസ് കൈവിട്ടതോടെ ഇപ്പോൾ മുസ്ലിം ലീഗ് നേതൃത്വവുമായി ചർച്ച നടത്തി UDF-ന്റെ ഭാഗമാകാനുള്ള ശ്രമത്തിലാണ്. ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയുമായി ചർച്ച നടത്തിയിരുന്നു. മുൻപ് ആര്യാട മുഹമ്മദിന്റെ കാലത്ത് മുഹമ്മദുമായി മുസ്ലിം ലീഗിന് ഒരു ശീതസമരം നിലനിന്നിരുന്നു. അത് മുൻനിർത്തിയാണ് ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ അൻവർ ലീഗ് നേതൃത്വവുമായി ചർച്ചയ്ക്ക് തയ്യാറായത്. പക്ഷേ UDF-ന്റെ പ്രധാനപ്പെട്ട കണ്ണിയായ ലീഗ് അതിലൊരു തീരുമാനം ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല. ഷൗക്കത്ത് ഇവിടെ ജയിക്കേണ്ടത് ലീഗിൻ്റെ കൂടി ഒരാവശ്യമാണ്. അടിക്കടി നിലപാട് മാറ്റി നയം മാറ്റുന്ന അൻവറിൻ്റെ കുതന്ത്രങ്ങളിൽ പെടുമെന്ന് മനസ്സിലാക്കി UDF-ലെ ഘടകകക്ഷികളും അൻവറിന് കൈകൊടുക്കാൻ സാധ്യതയില്ല. ഈ യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി തുലാസിലായ അവസ്ഥയിലുമാണ്. ഇപ്പോൾ ഇല്ലത്ത് നിന്ന് പുറപ്പെടുകയും ചെയ്തു, അമ്മ തൊട്ട് എത്തിയില്ല എന്ന അവസ്ഥയിലാണ് അൻവർ. ഉപതെരഞ്ഞെടുപ്പ് നടക്കും, ആര്യാടൻ ഷൗക്കത്ത് അവിടെ വിജയിക്കുകയും ചെയ്യും. അൻവർ എന്ന മഹാമേരു എന്ന് സ്വയം നടിക്കുന്ന രാഷ്ട്രീയക്കാരൻ തകർന്നടിയുന്ന കാഴ്ച കേരളം കാണുകയും ചെയ്യും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.